ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് പോവുകയാണെങ്കിൽ ശിവഗിരി എത്തും. ശിവഗിരി നമ്മൾ താഴെ കൂടെ പോകുന്നു മൈതാനത്തേക്ക്. റാത്തിക്കൽ വഴി വരികയാണെങ്കിൽ നമ്മളിത് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റോഡിലാണ് വന്നിറങ്ങുന്നത്. ഈ റോഡ് അത് അത്യാവശ്യം നല്ല റോഡാണ്. ചില സ്ഥലത്ത് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ, ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല റോഡാണ്. വർക്കലയൊക്കെ ഇപ്പോൾ എപ്പോഴും നല്ല തിരക്കാണ്, ഫുൾ ടൈം. നേരെ ബീച്ചിലേക്ക് ലെഫ്റ്റ് ഇടവ, റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നേ കൂടെ. കണ്ടോ, ലെഫ്റ്റ് ബീച്ചിലേക്ക് നമ്മൾ പക്ഷേ റൈറ്റ് എടുത്ത് പോകുന്നു. ശിവഗിരി മഠം കണ്ടോ, ഇവിടെ നിന്ന് 2 കിലോമീറ്ററാണ്. വർക്കല ലോകം മുഴുവൻ അറിയാൻ കാരണം വർക്കല ബീച്ചിന് മുന്നേ നമ്മുടെ ശിവഗിരി തന്നെയായിരുന്നു, ശിവഗിരി മഠം. പുന്നമൂട്, കാപ്പിൽ, പാരിപ്പള്ളി എല്ലാം നേരെ. താജു ബ്രദേഴ്സ് മേടിച്ചാന്തോ ആ താജു എന്ന് വന്ന വണ്ടി. ബ്രദേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നമ്മുടെ ആറ്റിങ്ങൽ, ചിറയിൻകീഴ്, വർക്കല ഭാഗത്തൊക്കെ സർവീസ് നടത്തുന്നൊരു വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആറ്റിങ്ങൽ, ചിറയിൻകീഴ്, കടയ്ക്കാവൂർ ഈ ഒരു മേഖലയിലാണ്. അമൃത് ഭാരത് പദ്ധതിയോട് കൂടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ. അമൃത് ഭാരത് എക്സ്പ്രസ് ഇവിടെ നിർത്തുകയും ചെയ്യും കേട്ടോ. എന്തായാലും സ്റ്റോപ്പ് ആദ്യം അനുവദിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു, അവിടെ ഫ്ലെക്സും വെച്ചിട്ടുണ്ട്, അമൃത് ഭാരത് വർക്കലയിൽ സ്റ്റോപ്പ് അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട്. സ്റ്റോപ്പ് അനുവദിക്കണം, കാരണം തിരുവനന്തപുരം ജില്ലയിൽ കൊച്ചുവേളി വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല. വർക്കലയിൽ കൂടെ നിർത്തിയില്ലെങ്കിൽ നമ്മൾ ആ കൊച്ചുവേളി തന്നെ, ഇവിടെ ഉള്ളവർ പോലും കൊച്ചുവേളിയിൽ പോയി കാണണം.